നമസ്കാരം സ്റ്റുഡൻസ്. നമുക്ക് ഇന്നത്തെ റെക്കോർഡഡ് സെഷനകത്ത് ഒരു വെബ്സൈറ്റിനെ ഗൂഗിൾ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കുക. ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറയുന്നത് നമ്മൾ SEO ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂളുകളിലൊന്നാണ്, ഒരു ബേസിക് ടൂളുകളിലൊന്നാണ് ഗൂഗിൾ സെർച്ച് കൺസോൾ. ഇതിൻ്റെ പഴയ പേര് ഗൂഗിൾ വെബ് മാസ്റ്റർ ടൂൾസ് എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഗൂഗിൾ സെർച്ച് കൺസോളിലേക്ക് എത്താനായിട്ട് ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് നമുക്ക് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ സെർച്ച് കൺസോളിൽ എത്താൻ പറ്റും. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് കൺസോളിലേക്ക് എത്താവുന്നതാണ്. അവിടെ നിന്ന് നമ്മൾ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്, ഇപ്പം ഞാനിവിടെ വെരിഫൈ ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റ് ചിൽട്ടൺ.സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഇതൊരു പുതിയ വെബ്സൈറ്റ് ആണ്. ഈ സാധാരണ നമ്മൾ വെബ്സൈറ്റ് സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യുന്നതിന് മുമ്പേ അതിനകത്ത് SEO ഒപ്റ്റിമൈസേഷൻ, അതിൻ്റെ ടൈറ്റിൽ ഒപ്റ്റിമൈസ് ചെയ്യുക, മെറ്റ ഡിസ്ക്രിപ്ഷൻ ഒപ്റ്റിമൈസ് ചെയ്യുക, ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യുക, കണ്ടന്റ് ഒപ്റ്റിമൈസ് ചെയ്യുക, അങ്ങനെയുള്ള പ്രോസസ്സൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ വെരിഫൈ ചെയ്യുക. അപ്പോൾ വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സിനകത്ത് നമ്മൾ ആദ്യം പഠിക്കാനുള്ളത് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ പ്രോട്ടോക്കോൾ അടക്കം HTTPS പ്രോട്ടോക്കോൾ അടക്കമാണ് ഞാനിവിടെ കോപ്പി ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സെർച്ച് കൺസോളിൽ എത്തുക. നമ്മൾ സെർച്ച് കൺസോളിനകത്ത് നമ്മൾ ആദ്യമായിട്ടാണ് സെർച്ച് കൺസോൾ എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു പ്രോപ്പർട്ടി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. എന്നാൽ ഞാൻ ആൾറെഡി ഒരുപാട് പ്രോപ്പർട്ടീസ് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഈ ഒരു ഓപ്ഷനാണ് എടുക്കേണ്ടത്, വെബ്സൈറ്റിനെ വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് സെർച്ച് കൺസോൾ എടുക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് നൗ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്രോംപ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഡൊമൈൻ URL ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും URL പ്രിഫിക്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുക്കുക. അപ്പോൾ ഇവിടെയാണ് നമ്മൾ URL പ്രിഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. കാരണം HTTPS അടക്കമാണ് വെബ്സൈറ്റ് വെരിഫൈ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ URL പ്രിഫിക്സ് അടക്കം ആഡ് ചെയ്യണം. എൻ്റെ Gmail അക്കൗണ്ടിനകത്താണ് ഇത് വെരിഫൈ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ആ വെബ്സൈറ്റിനെ വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സിലേക്ക് പോകും. വെരിഫൈ ചെയ്യാനായിട്ട് ഗൂഗിൾ 5 മെത്തേഡുകളാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഒരു വെബ്സൈറ്റിനെ ഗൂഗിൾ സെർച്ച് കൺസോൾ വെരിഫൈ ചെയ്യാനായിട്ട് 5 മെത്തേഡുകളാണ് പ്രൊവൈഡ് ചെയ്യാറ്. അപ്പം നമ്മൾ ആ വെബ്സൈറ്റിൻ്റെ cPanel ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആദ്യത്തെ മെത്തേഡ്, റെക്കമെൻഡഡ് മെത്തേഡ് എന്ന് പറയുന്ന ഈ ആദ്യത്തെ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഈ മെത്തേഡിൽ ഈ HTML ഫയലിനെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെ റൂട്ട് ഡയറക്ടറിയിലേക്ക് ഈ ഫയലിന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിൻ്റെ ഓണർഷിപ്പ് നമുക്ക് വെരിഫൈഡ് ആക്കാൻ പറ്റും. എന്നാൽ ഈ വെബ്സൈറ്റിൻ്റെ cPanel ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ മെത്തേഡ് ഇപ്പം ഇവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ മെത്തേഡാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. 5 മെത്തേഡുകളിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ വെരിഫൈ ചെയ്താൽ മതി. രണ്ടാമത്തെ മെത്തേഡ് HTML മെറ്റാ ടാഗ് മെത്തേഡാണ്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ HTML മെറ്റാ ടാഗ് ഗൂഗിൾ തരുന്നുണ്ടാവും. ഇതിനെ നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്തിട്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹെഡ് സെഷനകത്ത് ഇത് വരുന്ന രീതിയിൽ, മെറ്റാ ടാഗ് വരുന്ന രീതിയിൽ ആഡ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് വെരിഫൈഡ് ആവും. അപ്പോൾ നമുക്ക് ആ മെത്തേഡാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ വേറെ 3 മെത്തേഡുകൾ കൂടെ ഉണ്ട്. അനലിറ്റിക്സ് വഴിയുള്ള മെത്തേഡ്, ടാഗ് മാനേജർ വഴിയുള്ള മെത്തേഡ്, ഡൊമൈൻ നെയിം പ്രൊവൈഡർ വഴിയുള്ള മെത്തേഡ്. ഈ 3 മെത്തേഡുകളും സെപ്പറേറ്റ് ഉള്ളതാണ്. അപ്പം ഇതിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് കൂടിയാണ് ഈ മെറ്റാ ടാഗ് മെത്തേഡ്. അപ്പം ഞാൻ ഈ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മെറ്റാ ടാഗ് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. ഒന്നുകിൽ നമുക്ക് ഇത് സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ കോപ്പി ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് കോപ്പീഡ് ടു ക്ലിപ്പ് ബോർഡ് എന്ന് കാണിക്കും. അതിനുശേഷം നമ്മുടെ വെബ്സൈറ്റിനകത്തേക്ക് ലോഗിൻ ചെയ്യും. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് എങ്കിൽ വെബ്സൈറ്റ് അഡ്രസ്സിൻ്റെ കൂടെ /wp-admin എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് എത്താൻ പറ്റും. ഈ വെബ്സൈറ്റിന്റെ പ്രത്യേകത, ഇത് വേർഡ്പ്രസ്സിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് ആണ്. വേർഡ്പ്രസ് എന്ന് പറയുന്നത് ഒരു CMS ആണ്. വേർഡ്പ്രസ് എന്ന് പറയുന്ന CMSനകത്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് ആണ്. അതുകൊണ്ടാണ് ആ വെബ്സൈറ്റിന്റെ അഡ്രസ്സിന്റെ കൂടെ wp-admin അടിച്ചപ്പോൾ അതിന്റെ ഡാഷ്ബോർഡിലേക്ക് എത്തിയത്. ഇവിടെ ഡാഷ്ബോർഡിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ അപ്പിയറൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ മെറ്റാ ടാഗ് വെബ്സൈറ്റിന്റെ പേജിന്റെ ഹെഡ് സെഷനകത്തേക്ക് ആഡ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്പിയറൻസിന്റെ അവിടെ മൗസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീം എഡിറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. തീം ഫയൽ എഡിറ്റർ, നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളെ വെബ് പേജിന്റെ ഫയൽസ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനിലേക്ക് എത്തും. സാധാരണ ഇപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് എടുക്കുമ്പോൾ ഇതിന്റെ സ്റ്റൈൽസ് CSS ഫയലാണ് നമുക്കിവിടെ എടുക്കുന്നത്. നമുക്ക് ആ ഫയലല്ല, നമുക്കിവിടെ ഹെലോ എലമെന്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് തീമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ തീമിന്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹെഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഹെഡർ ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യണം, ഈ ഹെഡർ ഫയലിനകത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഹെഡർ ഫയൽ നമ്മൾ എഡിറ്ററിനകത്ത് ഇവിടെ ഓപ്പൺ ആയി കിട്ടും. ഇവിടെ നമുക്ക് ഹെഡ് സെക്ഷൻ ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം കാണാൻ പറ്റും. ഹെഡ് ഇവിടെ നിന്ന് ഓപ്പൺ ആയിട്ടുണ്ട്, ഹെഡ് ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത് ഒരു മെറ്റാ ടാഗ് ആയതുകൊണ്ട് ഇത് ഹെഡ് സെഷനകത്ത് വന്നാൽ മാത്രമേ വർക്ക് ആവത്തുള്ളൂ. അപ്പം ഹെഡ് സെഷനകത്ത് വരുന്ന രീതിയിൽ ഇതിനകത്ത് ഒരു സ്പേസ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ കോഡ്, നമ്മൾ കോപ്പി ചെയ്തെടുത്ത കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം, താഴെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, അപ്ഡേറ്റ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് സേവ് കൊടുക്കുക. അപ്പോൾ സേവ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ആഡ് ചെയ്ത മെറ്റാ ടാഗ് നമ്മുടെ വെബ്സൈറ്റിനകത്തേക്ക് ഇപ്പം വന്നിട്ടുണ്ടാവും, നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നിട്ടുണ്ടാവും. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നമുക്ക് അവിടെ ആ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, വെബ്സൈറ്റിന്റെ അഡ്രസ്സ് എടുത്തിട്ട് അതിന്റെ Ctrl+U അടിച്ച് അതിന്റെ സോഴ്സ് എടുത്തു കഴിഞ്ഞാൽ
നമ്മളിപ്പോൾ ആഡ് ചെയ്ത മെറ്റാ ടാഗ് ഇതിൻ്റെ ഹെഡ് സെഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഇതിൻ്റെ ഹെഡ് സെഷൻ ക്ലോസ് ചെയ്യുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. അല്ല, ഇപ്പം നമ്മൾ ആഡ് ചെയ്ത മെറ്റാ ടാഗ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അല്ലോ, ഇതാണ് നമ്മൾ ആഡ് ചെയ്ത മെറ്റാ ടാഗ്. അപ്പോൾ അത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ മെറ്റാ ടാഗ് കോപ്പി ചെയ്തെടുത്ത് അതേ സ്ഥലത്തേക്ക് വരിക. സെർച്ച് കൺസോളിലേക്ക് മെറ്റാ ടാഗ് കോപ്പി ചെയ്തെടുത്ത് അതേ സ്ഥലത്ത് വന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള വെരിഫൈ ബട്ടണിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെരിഫൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ വെബ്സൈറ്റ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വെരിഫൈഡ് ആയി, ഓണർഷിപ്പ് വെരിഫൈഡ് എന്ന് കഴിഞ്ഞ് എഴുതി കാണിക്കും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഗോ ടു പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ആ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡാഷ്ബോർഡിലേക്ക് എത്തും. ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത, ഈ വെബ്സൈറ്റ് ഇതുവരേക്കും ഗൂഗിളിൻ്റെ ഡാറ്റാ ബേസിനകത്തേക്കൊന്നും വന്നിട്ടില്ല. ഗൂഗിൾ ഇതുവരെ ഈ വെബ് പേജ് ക്രോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. സൈറ്റിന് ഗൂഗിൾ എടുത്തിട്ട് സൈറ്റിൻ്റെ അഡ്രസ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ ഈ വെബ്സൈറ്റിൻ്റെ ഒരു പേജ് പോലും ഗൂഗിൾ ഇതുവരെ ക്രോൾ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്രോൾ ചെയ്യുകയോ ക്യാച്ച് ചെയ്യുകയോ ഇൻഡെക്സ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിത് ആദ്യമായിട്ട് ഈ വെബ്സൈറ്റിനെ വെരിഫൈ ചെയ്തൊക്കെയാണ്. നമുക്കതിനെ ക്രോൾ ചെയ്യാനായിട്ട് നമ്മളുടെ ഈ വെബ്സൈറ്റിൻ്റെ സെർച്ച് കൺസോളിനകത്തുള്ള ഡാഷ്ബോർഡ് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ URL ഇൻസ്പെക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ വെബ്സൈറ്റിൻ്റെ URL ആദ്യം പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ നമ്മളെ URLനെ ഗൂഗിൾ ക്രോൾ ചെയ്ത് നോക്കും. നമുക്ക് ഇങ്ങനെ ക്രോൾ ചെയ്യാൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ വെബ്സൈറ്റിൻ്റെ പേജിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിലൊക്കെ അറിയാൻ പറ്റും. ഒന്നാമത് ഇവിടെ ഇപ്പോൾ URL ഈസ് നോട്ട് ഓൺ ഗൂഗിൾ എന്നാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഇനി അടുത്തത് ചെയ്യുന്നത് വെച്ചാൽ ടെസ്റ്റ് ലൈവ് URL എന്നുള്ള ഓപ്ഷൻ വലത് സൈഡിൽ കാണിക്കുന്നുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതായത് ലൈവായിട്ട് ഈ URLനെ ഗൂഗിളിനെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിക്കാനാണ് പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് ക്രോളബിൾ ആണോ, പേജ് ക്രോളബിൾ ആണോ, അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഇൻഡെക്സ് ചെയ്യാതിരിക്കാനുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് നമ്മളെ വെബ് പേജ് ക്രോൾ ചെയ്യപ്പെടാനായിട്ടൊന്നും പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വെബ് പേജിനെ ക്രോൾ ചെയ്തിട്ട് ഗൂഗിൾ ക്രോൾ ചെയ്തിട്ട് URL ഈസ് അവൈലബിൾ ടു ഗൂഗിൾ എന്ന് കാണിച്ചിട്ട് പച്ചറ്റിക്ക് കാണിക്കും. എന്നാൽ ക്രോൾ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റെഡ് കളറിൽ വാണിംഗ് ആയിട്ടോ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ടൊക്കെ കാണിക്കാം. വെബ് പേജ് മൊബൈൽ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഇഷ്യൂസ് കാണിക്കാം. വെബ് പേജിനകത്ത് എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ കാണിക്കാം. വെബ് പേജ് ക്രോളബിൾ അല്ല, അത് ബ്ലോക്ക് ചെയ്തൊക്കെയാണ്, റോബോട്ട് TXT ഇട്ട് ബ്ലോക്ക് ചെയ്തൊക്കെയാണ്, റോബോട്ട്സ് മെറ്റാ ടാഗ് ഇട്ട് ബ്ലോക്ക് ചെയ്തൊക്കെയാണ്. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇവിടെ നമ്മുടെ വെബ് പേജിലേക്ക് ഗൂഗിളിൻ്റെ വെബ് ക്രോളർ ചെക്ക് ചെയ്യുകയാണ്, ക്രോളിംഗ് പ്രോസസ്സ് നടക്കുകയാണ്. ഈ ക്രോളിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ചെക്ക് ചെയ്യുന്ന പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ URL ഗൂഗിളിന് ക്രോൾ ചെയ്ത് ക്യാച്ച് ചെയ്യാൻ അവൈലബിൾ ആണോ, URL ഈസ് അവൈലബിൾ ടു ഗൂഗിൾ എന്ന് കാണിച്ച് ഒരു പച്ച ടിക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ പേജ് ഇൻഡെക്സ് ചെയ്യാൻ പ്രാപ്തമാണ്, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ സെർച്ച് റിസൾട്ടിനകത്ത് ഇൻഡെക്സ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉള്ള ഒരു വെബ് പേജാണ്. അതൊരു ടെക്നിക്കലി ഇഷ്യൂസ് ഒന്നുമില്ല, അതിനകത്ത് ക്രോളബിൾ ആണ്, അലൗഡ് ആണെന്നൊക്കെ കാണിക്കും. അപ്പോൾ URL ഈസ് അവൈലബിൾ ടു ഗൂഗിൾ എന്നാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വലത് സൈഡിൽ റിക്വസ്റ്റ് ഇൻഡെക്സിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പേജിനെ ഇൻഡെക്സ് ചെയ്യാനുള്ള റിക്വസ്റ്റിംഗ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂറിനുള്ളിൽ നമ്മളെ പേജ് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്ത് കാണണം എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ഈ ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ റെക്കോർഡഡ് സെഷൻ ക്ലാസ്സിനകത്ത് പഠിച്ചത് ഗൂഗിൾ സെർച്ച് കൺസോളിൽ ഒരു വെബ്സൈറ്റിനെ വെരിഫൈ ചെയ്യുന്നതാണ്. നമ്മൾ നെക്സ്റ്റ് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബ്ലോഗ് സ്പോട്ട് ബ്ലോഗിനെ ഇതുപോലെ സെർച്ച് കൺസോൾ ഉപയോഗിച്ച് വെരിഫൈ ചെയ്യുന്നുണ്ടാവും. അതിനുവേണ്ടി നിങ്ങൾ ആദ്യത്തെ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ്റെ പോസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് അതൊന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ റെഡിയായി ഇമേജ് ഒക്കെ ആഡ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുപോലെ സെർച്ച് കൺസോൾ വെരിഫിക്കേഷൻ നമ്മളെ പേരിൽ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങളുടെ ബ്ലോഗുകളിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെക്കോർഡ് സെഷൻ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.